13-കാരിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കാണാതായി. ഇത് നദിയിലിറങ്ങി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മാധ്യമപ്രവർത്തകൻ അബദ്ധത്തിൽ ചവിട്ടിക്കയറിയത് ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹത്തിലാണ്. ബ്രസീലിലാണ് നടക്കുന്ന ഈ സംഭവം. ബഗാബലിലെ മെയാരിയം നദിയിൽ വിദ്യാർത്ഥിയെ കാണാതായി. നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് റൈസ എന്ന പെൺകുട്ടിയെ കാണാതാവുന്നത്. പെൺകുട്ടിക്കായി തിരച്ചിലുകൾ പുരോഗമിക്കുന്നതിനിടെ ലെനിൻസോ ഫ്രസാവോ എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടിങ്ങിനായി ഇവിടെ എത്തിയത്. റിപ്പോർട്ടിങ്ങിനിടെ നദിയുടെ ആഴം എത്രയാണെന്ന് കാണിക്കാനായി അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി. റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കൈ പോലുള്ള എന്തോ ഒന്നിൽ താൻ ചവിട്ടിയതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. വെള്ളത്തിന്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പേടിയാകുന്നു, കൈ പോലെ തോന്നുന്നു, ഇനി അത് അവളാകുമോ, അതല്ലെങ്കിൽ മീനോ മറ്റോ ആണോ, എനിക്കറിയില്ല, റിപ്പോർട്ടർ തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞതായി ദ സണ്ണിൽ റിപ്പോർട്ട് ചെയ്യുന്നു. തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ സ്ഥലത്തേക്ക് അഗ്നിശമന സേന മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തി. അധികം വൈകാതെ പെൺകുട്ടിയെ മൃതദേഹവും കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മരണകാരണം മുങ്ങിമരണമാണെന്നും ശരീരത്തിൽ മറ്റു പാടുകളോ പിടിവലിയുടെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾക്കൊപ്പം നീന്തുന്നതിനിടെ മുങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റൈസയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു.